പോകുന്നു. ദില്ലിയിൽ മദ്യനയ അഴിമതി കേസിൽ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് നടക്കുകയാണ്. വൻ പോലീസ് സന്നാഹമുണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിക്ക് പുറത്ത്. ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടന്നേക്കാമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അരവിന്ദ് കെജ്രിവാൾ സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് അറസ്റ്റ് ഒഴിവാക്കാൻ. നോബൽ ബാരിക്കാരൻ ചേരുന്നു. തത്സമയം നോബൽ, വലിയ പോലീസ് സന്നാഹമുണ്ട്. ഇഡിയുടെ അറസ്റ്റ് വരാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. നേരത്തെ സുപ്രീം കോടതിയിൽ പരിരക്ഷ ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതി ഇത് പരിഗണിക്കാത്ത പശ്ചാത്തലത്തിലാണോ ഇന്നു തന്നെ ഇഡി അരവിന്ദ് കെജ്രിവാളിന്റെ വീട് വളഞ്ഞിരിക്കുന്നത്? അറസ്റ്റിലേക്ക് കടക്കുമോ? അരവിന്ദ് കെജ്രിവാളിനെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്യാൻ സാധ്യത. ദില്ലി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 9ാമത്തെ സമൻസും നോട്ടീസും കെജ്രിവാൾ തള്ളിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇഡി കെജ്രിവാളിന്റെ ദില്ലിയിലെ വസതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്നിപ്പോൾ ഈ അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദില്ലി ഹൈക്കോടതിയെ കെജ്രിവാൾ സമീപിച്ചിരുന്നു. എന്നാൽ അതിൽ ഒരു തീരുമാനം, പ്രത്യേകിച്ച് അറസ്റ്റ് തടയും എന്ന തീരുമാനം ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല എന്ന് കാണിച്ചുകൊണ്ട് കോടതി ആ ഹർജി തള്ളുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് വൈകുന്നേരം ഇഡി സംഘം ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ എത്തിയിരിക്കുന്നത്. 12 അംഗ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ചെയ്യാൻ വാറണ്ട് ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്താണെങ്കിലും ഇഡി ഉദ്യോഗസ്ഥർ വീട്ടിലേക്ക് കയറുന്നത് സുരക്ഷാ ഉദ്യോഗസ്ഥർ തടഞ്ഞു. അതിന് പിന്നാലെ അവിടെ കൂടുതൽ ദില്ലി പോലീസിനെ ഉൾപ്പെടെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നത്. അരവിന്ദ് കെജ്രിവാൾ ഒരുപക്ഷെ ഇന്നിപ്പോൾ അറസ്റ്റ് ചെയ്തേക്കും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. നേരത്തെ BRS നേതാവ് കെ കവിതയും സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇഡി അറസ്റ്റ് ചെയ്ത്. അത്തരത്തിൽ അതേ രീതിയിൽ തന്നെ ഇന്നിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണുള്ളത്. അതേസമയം ആം ആദ്മി പാർട്ടി അടിയന്തരമായി സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അറസ്റ്റ് തടയണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ഹർജി ഉടനെ തന്നെ പരിഗണിക്കുക, അതായത് രാത്രി തന്നെ പരിഗണിക്കണം എന്ന ആവശ്യമാണ് ഇക്കാര്യത്തിൽ ആം ആദ്മി പാർട്ടി മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ കോടതി പ്രത്യേകമായി രാത്രി സിറ്റിംഗ് കൂടി ഇതിൽ തീരുമാനം അറിയിക്കുമോ എന്ന് വ്യക്തമല്ല. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റ് ആവുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ദില്ലി മദ്യ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാന അറസ്റ്റുകളിൽ ഒന്നായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, അതോടൊപ്പം തന്നെ ആം ആദ്മി MP സഞ്ജയ് സിംഗ്, ഒപ്പം തെലങ്കാനയിൽ നിന്നുള്ള BRS നേതാവ്, പ്രത്യേകിച്ച് BRS നേതാവും അതോടൊപ്പം തന്നെ കെ ചന്ദ്രശേഖർ റാവുവിന്റെ മകളുമായ കെ കവിത സുജയ പാർവതി, ഇപ്പോൾ 12 ഇഡി ഉദ്യോഗസ്ഥരാണ് കെജ്രിവാളിന്റെ വീട്ടിലുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സുപ്രീം കോടതി അടിയന്തരമായ വാദം കേൾക്കുമെന്നും നമ്മൾ കരുതുന്നു. ഒരുപക്ഷെ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കുമോ? അങ്ങനെയാണെങ്കിൽ മനീഷ് സിസോദിയയ്ക്ക് പുറമെ, സഞ്ജയ് സിംഗിന് പുറമെ അരവിന്ദ് കെജ്രിവാളും കവിതയ്ക്ക് പിന്നാലെ വീണ്ടും ഇഡിക്കുട്ടിലേക്ക് കടന്നു ചെല്ലുകയാണോ? എന്താണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ? ഡോക്ടർ അരുൺകുമാർ, മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് ഇപ്പോൾ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിൽ ഇഡി സംഘം എത്തിയിരിക്കുന്നത്. ഇഡി സംഘത്തിൽ ഇപ്പോൾ 8 ഉദ്യോഗസ്ഥരാണ് കെജ്രിവാളിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ തന്നെ അറസ്റ്റിലേക്ക് പോയാലും അത്ഭുതപ്പെടേണ്ടതില്ല. അതിനിടയിലാണ് സുപ്രീം കോടതിയെ സമീപിക്കാനായുള്ള കെജ്രിവാളിന്റെ നീക്കം. ആം ആദ്മി പാർട്ടി ഇപ്പോൾ തന്നെ സുപ്രീം കോടതി ഈ കേസ് എടുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. പക്ഷേ അത് ഉണ്ടാകുമോ, അതിനു മുൻപ് അറസ്റ്റിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ദില്ലി മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് ഇഡിക്ക് മുന്നിൽ ഹാജരാകാം എന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും കെജ്രിവാളിന്റെ ആ നീക്കം ഫലം കണ്ടില്ല. ഡൽഹി ഹൈക്കോടതി അനുകൂലമായ ഒരു ഉത്തരവ് നൽകാത്ത സാഹചര്യത്തിലാണ് ഇഡി ഉദ്യോഗസ്ഥർ അല്പസമയം മുൻപ് അരവിന്ദ് കെജ്രിവാളിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് എത്തിയത്. 8 ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെ ചോദ്യം ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഡോക്ടർ അരുൺകുമാർ. സുജയ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അറസ്റ്റ് വാറണ്ട് സ്വാഭാവികമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉണ്ടാവാനാണ് സാധ്യത. ഹൈക്കോടതി ഈ അറസ്റ്റ് തടയാതിരിക്കുന്ന സാഹചര്യത്തിൽ ഇഡിക്ക് നിയമപരമായി എപ്പോൾ വേണമെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിലെടുക്കാൻ കഴിയുമല്ലോ, അല്ലേ? തീർച്ചയായും. കാരണം 9 തവണ സമൻസ് കൊടുത്തതാണ്, അതായത് നോട്ടീസ് കൊടുത്തതാണ്. ആ നോട്ടീസിൽ ഒരു തവണ പോലും കെജ്രിവാൾ ഹാജരായിട്ടില്ല. ഓരോ തവണയും അസൗകര്യങ്ങൾ ചൂണ്ടിക്കാണ്ടി കെജ്രിവാൾ ഹാജരാകാതെ മാറി നിൽക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത് വലിയ വാർത്തയാവുകയും ചെയ്തതാണ്. അസൗകര്യങ്ങൾ പറയുന്നു, ഇഡിയുടെ നടപടി ചോദ്യം ചെയ്തുകൊണ്ട് മറുഭാഗത്ത് നിയമ പോരാട്ടം നടത്തുകയും ചെയ്യുന്ന അരവിന്ദ് കെജ്രിവാൾ, അങ്ങനെയുള്ള ഒരു വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇഡി ഇപ്പോൾ അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ക്രാഷ് ലാൻഡ് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ തന്നെ അറസ്റ്റിലേക്ക് പോയാലും അതിശയപ്പെടേണ്ടതില്ല. അതിനുള്ള നീക്കം തന്നെയായിരിക്കും. തെരഞ്ഞെടുപ്പ് കാലമാണ്, അതുകൊണ്ട് തന്നെ ഇഡി എന്ന് ആരോപിച്ചുകൊണ്ട് ഇന്ത്യ മുന്നണിക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു നീക്കമായി കൂടി ഇത് മാറുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഡോക്ടർ അരുൺ. താങ്ക് യു സുജയ. ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ 8 ഉദ്യോഗസ്ഥർ അരവിന്ദ് കെജ്രിവാളിന്റെ ദില്ലിയിലെ വസതിയിൽ റെയ്ഡ് തുടരുകയാണ്. ഹൈക്കോടതി അറസ്റ്റ് തടയാതിരിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇഡി റെയ്ഡ് നടക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും അരവിന്ദ് കെജ്രിവാളിനെ ഇഡി കസ്റ്റഡിയിലെടുക്കാം. സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആം ആദ്മി പാർട്ടി. ഇന്ന് രാത്രി തന്നെ സുപ്രീം കോടതി കേസ് എടുക്കുകയാണെങ്കിൽ, ഹൈക്കോടതി വിധിക്കെതിരെ ഒരു വിധി ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിന് അറസ്റ്റിൽ നിന്ന് പുറത്തു വരാം. അതല്ലെങ്കിൽ മനീഷ് സിസോദിയയ്ക്ക് പുറമെ, സഞ്ജയ് സിംഗിന് പുറമെ, BRS നേതാവ് കവിതയ്ക്ക് പുറമെ അരവിന്ദ് കെജ്രിവാളും ദില്ലി മദ്യ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായേക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല.